നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം അത് ആസൂത്രിതമായ ഷാഫി പറമ്പിലിനെ നേരെ തിരിച്ചിടുവാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു അഭ്യുതകാംക്ഷിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നീട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൈപിടിച്ചുയർത്തിയത് ഷാഫി പറമ്പിൽ ആണ് എന്നാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ ഒരടിസ്ഥാനം. പക്ഷേ പലരും പല വ്യക്തിത്വങ്ങളാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ആത്മബന്ധമുണ്ടാകാം. പക്ഷേ ഇത്തരം വെടിവെപ്പ് കേസുകൾക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും അത് ഞാൻ എവിടെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സൗഹൃദങ്ങളൊക്കെ ഒരുപാടുണ്ടാകാം. പക്ഷേ എല്ലാവർക്കും അവരുടേതായ പ്രൈവറ്റ് ലൈഫുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം നടപടികൾ ഷാഫി പറമ്പിൽ അറിഞ്ഞിരിക്കുവാനും വകയില്ല, അറിഞ്ഞുവാൽ അത് അനുവദിക്കുവാനും വകയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിൽ ചാരി ഷാഫി പറമ്പിലിൻ്റെ തല വെട്ടുവാനുള്ള ശ്രമം അത് ആസൂത്രിതമാണ് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. എല്ലാവർക്കും പ്രൈവറ്റ് ലൈഫുണ്ട്. പ്രൈവറ്റായിട്ട് അവർ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് അവരുടെ സൗഹൃദങ്ങൾ ബാധ്യതയ്ക്കില്ല. അഥവാ സൗഹൃദങ്ങൾ അറിയാതെ ആയിരിക്കും പോകുന്നത്. നമുക്ക് എത്രയോ സൗഹൃദങ്ങളുണ്ട്, അടുത്ത സൗഹൃദങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെവിടെയൊക്കെ പോകുന്നുവെന്ന് എന്തൊക്കെ ചെയ്യുന്നുവെന്ന് നമ്മോട് പറഞ്ഞിട്ടല്ല പോകുന്നത് എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ ഷാഫി പറമ്പിൽ നേരെയുള്ള ഈ ആസൂത്രിതമായ ശ്രമം അതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകളും എതിർ പാർട്ടിയിലുള്ള ആളുകളും ഉണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എടുത്തു നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ അയാളുടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 2001 ശേഷം കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സിന് ഒരു MLA ഉണ്ടായിട്ടില്ല. 10-20 വർഷമായി കോൺഗ്രസ്സിന് ഒരു MLA ഉണ്ടായിട്ട്. പക്ഷേ ഷാഫി പറമ്പിൽ അടിയുറച്ച് പറയുന്നു, ഇപ്രാവശ്യം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റ്യാടി അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയുള്ള നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളൊക്കെയുള്ള നിയമസഭാ മണ്ഡലങ്ങളൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് MLA ഉണ്ടാകും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിന് മറ്റ് 18ഓളം MP മാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ അവരുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആസൂത്രിതമായ ഇടപെടലുകൾ അവിടെ നിന്ന് കൂടുതൽ MLA-മാരെ വിജയിപ്പിച്ചെടുക്കുന്നതിന് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഷാഫി പറമ്പിൽ വളരെ ക്രിയാത്മകമായി തന്നെ അവിടെ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നല്ലൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ തക്കവിധം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പാർട്ടിക്ക് സഹായകമാകുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ 2 സീറ്റുകളാണ് UDF-ന് ലഭിക്കുവാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വോട്ടുകൾക്ക് 333 വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട കുറ്റ്യാടി അത് ലീഗിൻ്റെ സീറ്റാണ്. പിന്നെ വടകര അത് RMPയുടെ സീറ്റാണ്. ആ 2 സീറ്റുകൾ മാത്രമാണ് അവിടെ UDF-ൻ്റെ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന് സീറ്റുകളൊന്നുമില്ല. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് അവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. പക്ഷേ അവിടെ ഷാഫി പറമ്പിലിനെ ഇപ്പോൾ വ്യക്തമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിൻ്റെ പിന്നിൽ ആ രാഷ്ട്രീയ നേട്ടങ്ങൾ ഷാഫി പറമ്പിലും കോൺഗ്രസും ഉണ്ടാക്കുന്നത് തടയുക എന്ന ഒരു ലക്ഷ്യം വെച്ചാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൂചന കൊണ്ടുപോലോ അനുകൂലിക്കുന്ന ഒരു സമീപനം ഈ വിവാദമുണ്ടായതിനു ശേഷം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ K സുധാകരനും അടൂർ പ്രകാശുമൊക്കെ പരോക്ഷമായി ഷാഫി പറമ്പിലിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡ് മാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഈ പീഡനങ്ങളുടെ ഒക്കെയും എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാളായിട്ടുള്ള ചിത്രീകരണം അത് ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ തടയിടുവാനും അവിടെ ഇടത് കോട്ടകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ കടന്നുകയറ്റം തടയുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ ജിഹാദി എന്നൊക്കെ വിളിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ മതേതര പാരമ്പര്യമുള്ള അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുവാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ആണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. K സുധാകരനോടും അടൂർ പ്രകാശിനൊന്നും അത്തരം ഒരു പരാമർശം ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിൽ അത് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ജിഹാദിയായി ചിത്രീകരിക്കുവാനും നേരത്തെ സ്ക്രീൻഷോട്ടിൻ്റെ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് അത് ഷാഫി പറമ്പിൽ അനുകൂലിക്കുന്ന ആളുകളാണ് അത് സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് എന്ന രീതിയിൽ കാഫിറായ ശൈലജയ്ക്ക് വോട്ടിടരുത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം ഷാഫി പറമ്പിലിൻ്റെ ഒരു നേതൃത്വത്തിലുണ്ടായി എന്ന
ചില ആരോപണങ്ങൾ. പിന്നെ അത് സത്യമൊക്കെ തെളിഞ്ഞു വന്നു. അതുപോലെ ഷാഫി പറമ്പിലിനെ വ്യക്തമായി എയിം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അവിടെയല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല പോകുന്നത്, എത്ര ആത്മസുഹൃത്തായാലും എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ എനിക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേലുള്ള ആരോപണങ്ങൾ നമ്മൾ നേരത്തെ പറയാറുള്ളതുപോലെ 2 കൈയും ഒന്നിച്ചു കൊട്ടിയാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മേലുള്ള ആരോപണങ്ങൾ അദ്ദേഹവും ഈ അതിജീവിത എന്ന് പറയുന്ന ആളും ഒന്നുപോലെ കുറ്റവാളികളാണ്. കാരണം അവർ വിവാഹിതയായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ചാറ്റുകളൊക്കെ കാണുമ്പോഴും അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരേപോലെ ഈ ക്രൈമിൽ പാർട്ട്നേഴ്സാണെന്ന് പറയാം. പക്ഷേ ഏറ്റവും തീവ്രമായ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി, സെക്സിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഗർഭിണി ആകണം, എനിക്ക് നിന്നെ ഗർഭിണി ആക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഗർഭവതിയാകുമ്പോൾ ആ ശിശുവിനെ അബോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ശിശുവിനെ ഹത്യ ചെയ്യുന്ന ഒരു രീതിയോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇടപെടലുകളും രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ദുഃഖം വരുന്നുണ്ട്, വല്ലാതെ വിഷമം വരുന്നുണ്ട്. കാരണം ഒരു കുട്ടിയുടെ മുഖമൊന്ന് കാണുവാൻ, ഒരു കുട്ടി ജനിക്കുവാൻ പതിറ്റാണ്ടുകളായിട്ട് നേർച്ചയും വഴിപാടുമൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെന്നൊക്കെ പറയുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി കുറച്ച് അധികം സുഖം കിട്ടും എന്നതിൻ്റെ പേരിൽ അതിന് ഒരുപാട് റെമഡികളുണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ ഇടയിൽ തന്നെ അതിന് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കുവാൻ പറ്റും, കോണ്ടം അതുപോലെയുള്ള കാര്യങ്ങൾ. അതൊന്നും ഉപയോഗിക്കാതെ കുറച്ച് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു കുട്ടി ഉണ്ടാക്കുക, പിന്നീട് അതിനെ അബോർട്ട് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത് പർപ്പസ്ഫുള്ളി അവരുടെ സംഭാഷണത്തിൽ നിന്ന് വരുന്നത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ അവർ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്ന രീതിയിലാണ്. അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ബാക്കി എൻ്റെ ഒരു വീക്ഷണത്തിൽ രണ്ടുപേരും തുല്യ കുറ്റവാളിയാണ്. പക്ഷേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പർപ്പസ്ഫുള്ളി ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള വിവാദം അത് ഷാഫി പറമ്പലിനെ കൂടി ഉന്നം വയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. രണ്ടുപേരും കോൺഗ്രസ്സിന് ഒരുപാട് പ്രതീക്ഷയുള്ള നേതാക്കന്മാരായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താകുകയാണ്. പൊളിറ്റിക്സിലെ, രാഷ്ട്രീയത്തിലെ സെലിബ്രിറ്റി എന്ന് പറയാവുന്ന ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപാട് ഭാവിയുള്ള ആളായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകുവാൻ സാധ്യതയുള്ള നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ മൂലം, അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മ മൂലം, ഒരു പക്ഷേ ചെറിയ പ്രായമാണ്, 37 വയസ്സൊക്കെ ഉള്ള പ്രായം, അതിൻ്റെ പക്വതയില്ലായ്മ മൂലം അദ്ദേഹത്തിന് തൻ്റെ അവസരങ്ങൾ നഷ്ടമാവുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.